നമസ്കാരം. സക്സസ് മന്ത്രയിലേക്ക് എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും സ്വാഗതം. എപ്പോഴും സന്തോഷത്തോടെ പോസിറ്റീവായും ഇരിക്കാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് നിങ്ങളെക്കുറിച്ചാണ്. ഈ വീഡിയോ കാണുന്ന നിങ്ങൾ ആരാണ്? നിങ്ങളുടെ ഉള്ളിൽ ഒളിഞ്ഞിരിക്കുന്ന മറ്റാരും പറയാത്ത ആ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? ഈ റീഡിങ്ങിൽ പറയുന്ന കാര്യങ്ങൾ എത്രമാത്രം നിങ്ങളുമായി യോജിക്കുന്നുവെന്ന് വീഡിയോ കണ്ട ശേഷം തീർച്ചയായും കമന്റ് ചെയ്യുക. നമുക്ക് നോക്കാം നിങ്ങളുടെ ഊർജം പ്രപഞ്ചത്തോട് എങ്ങനെയാണ് സംവദിക്കുന്നത് എന്ന്. നിങ്ങൾ ജീവിതത്തിൽ ഒരുപാട് പ്രതിസന്ധികളിലൂടെ കടന്നു വന്ന വ്യക്തിയാണോ, അതോ വലിയൊരു മാറ്റത്തിന്റെ വക്കിലാണോ? നമുക്ക് വിശദമായി പരിശോധിക്കാം. നിങ്ങളുടെ ജീവിതത്തിന്റെ ആദ്യഘട്ടം പരിശോധിക്കുകയാണെങ്കിൽ ഒരുപാട് വഞ്ചനകളും ചതികളും നിങ്ങൾ നേരിട്ടിട്ടുണ്ട്. അപ്രതീക്ഷിതമായ അടികൾ ജീവിതത്തിൽ നിന്ന് ഒരുപാട് കിട്ടിയിട്ടുള്ള ഒരാളാണ് നിങ്ങൾ. നിങ്ങൾ ഏറെ സ്നേഹിക്കുകയും സഹായിക്കുകയും ചെയ്ത വ്യക്തികൾ തന്നെ നിങ്ങളുടെ ഹൃദയത്തെ വേദനിപ്പിച്ച് കടന്നുപോയിട്ടുണ്ട്. ചിലപ്പോൾ നിങ്ങളുടെ കുടുംബ ബന്ധങ്ങളിൽ പോലും സന്തോഷം കണ്ടെത്താൻ പ്രയാസപ്പെട്ട സമയങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും. എന്നാൽ ഇതിലെ ഏറ്റവും വലിയ അത്ഭുതം എന്താണെന്നറിയുമോ? നിങ്ങളെ ദ്രോഹിച്ച പല വ്യക്തികളെ അവരുടെ മോശം സാഹചര്യത്തിൽ നിന്ന് കൈപിടിച്ചുയർത്തിയത് നിങ്ങളാണ്. മറ്റുള്ളവർക്ക് ഗുണമുണ്ടാക്കാൻ വേണ്ടി സ്വയം വേദന സഹിച്ച ഒരു വലിയ മനസ്സാണ് നിങ്ങളുടേത്. ഒരുപാട് കഷ്ടപ്പാടുകൾ അനുഭവിച്ചിട്ടുണ്ടെങ്കിലും നിങ്ങൾ ഭാഗ്യമുള്ള വ്യക്തിയാണെന്ന് പ്രപഞ്ചം പറയുന്നു. ഏറ്റവും മോശം സാഹചര്യത്തിൽ നിന്ന് പോലും ഉയർത്തെഴുന്നേൽക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇതിന്റെ പ്രധാന കാരണം നിങ്ങളുടെ ക്ഷമിക്കാനുള്ള മനസ്സാണ്. മറ്റുള്ളവരുടെ തെറ്റുകൾ ക്ഷമിച്ച് നിങ്ങൾ സ്വയം ഹീൽ ചെയ്തു. നിങ്ങൾ മൃഗങ്ങളെയും പക്ഷികളെയും ഒരുപാട് സ്നേഹിക്കുന്ന വ്യക്തിയാണ്. സങ്കടം വരുമ്പോൾ വളർത്തു മൃഗങ്ങളോടൊപ്പം സമയം ചെലവഴിക്കുന്നത് നിങ്ങൾക്ക് വലിയ ആശ്വാസം നൽകാറുണ്ട്. പ്രകൃതിയിലെ ചെറിയ കാര്യങ്ങളിൽ പോലും സന്തോഷം കണ്ടെത്താൻ നിങ്ങൾക്ക് കഴിയും. തടസ്സങ്ങൾക്കിടയിലും മുന്നോട്ട് നീങ്ങാൻ കഴിവുള്ള അതിശക്തനായ ഒരു പോരാളിയാണ് നിങ്ങൾ. എത്ര കഠിനാധ്വാനം ചെയ്തും വിജയം കൈവരിക്കാൻ നിങ്ങൾക്ക് സാധിക്കും. മറ്റാരുടെയും സഹായം ആഗ്രഹിക്കാതെ സ്വന്തം ജീവിതം നിയന്ത്രിക്കാൻ നിങ്ങൾക്ക് പ്രത്യേക കഴിവുണ്ട്. നിങ്ങളുടെ ഇമോഷൻസിനെ കൃത്യമായി ബാലൻസ് ചെയ്യാൻ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞു. എപ്പോഴും എന്തെങ്കിലും കാര്യങ്ങളിൽ ഏർപ്പെടാൻ നിങ്ങൾ ഇഷ്ടപ്പെടുന്നു. വെറുതെ ഇരിക്കുന്നത് നിങ്ങൾക്ക് പ്രയാസമാണ്. ഭാവിയിലേക്ക് വലിയൊരു ശുഭപ്രതീക്ഷയോടെയാണ് നിങ്ങളിപ്പോൾ ചുവടുവെക്കുന്നത്. മറ്റുള്ളവരെ ഹീൽ ചെയ്യാനുള്ളൊരു പ്രത്യേക കഴിവ് നിങ്ങളിലുണ്ട്. ആരെങ്കിലും സങ്കടം പറഞ്ഞാൽ നിങ്ങൾ അവർക്ക് വേണ്ടി ആത്മാർത്ഥമായി പ്രാർത്ഥിക്കും. കൂടാതെ മറ്റുള്ളവരുടെ ഉള്ളിലിരിപ്പ് മനസ്സിലാക്കാനുള്ള സൈക്കിക് എബിലിറ്റി നിങ്ങൾക്കുണ്ട്. ഒരാൾ നിങ്ങളോട് കള്ളം പറയുകയാണെങ്കിൽ അത് തിരിച്ചറിയാൻ നിങ്ങൾക്ക് നിമിഷങ്ങൾ മതി. പക്ഷെ അവരെ ഇൻസൾട്ട് ചെയ്യണ്ട എന്ന് കരുതി നിങ്ങളത് പുറത്തു പറയില്ല. നിങ്ങളുടെ അമ്മ വഴി ലഭിച്ച എന്തോ ഒരു പ്രത്യേക അനുഗ്രഹമോ അല്ലെങ്കിൽ തലമുറകളായി കൈമാറി വന്നൊരു കഴിവോ നിങ്ങളിലുണ്ട്. മൺമറഞ്ഞു പോയ നിങ്ങളുടെ പൂർവികർ സ്വപ്നങ്ങളിലൂടെയും മറ്റും നിങ്ങൾക്ക് ഗൈഡൻസ് നൽകുന്നുണ്ട്. പാസ്റ്റിലെ ചില നഷ്ടബോധങ്ങൾ ഇപ്പോഴും നിങ്ങളെ അലട്ടുന്നുണ്ടാവാം. എന്നാൽ ഇപ്പോൾ നിങ്ങൾ ജീവിതത്തെ ഒരു പുതിയ കാഴ്ചപ്പാടിലൂടെയാണ് കാണുന്നത്. പഴയതിനേക്കാൾ ധൈര്യത്തോടെ സാഹചര്യങ്ങളെ നേരിടാൻ നിങ്ങൾ പ്രാപ്തനായിരിക്കുന്നു. നിങ്ങൾ നീതിയിൽ വിശ്വസിക്കുന്ന വ്യക്തിയാണ്. ഒരിക്കലും കള്ളത്തരത്തിന് കൂട്ടുനിൽക്കില്ല. കർമ്മഫലത്തിൽ നിങ്ങൾക്ക് വലിയ വിശ്വാസമുണ്ട്. അതുകൊണ്ട് തന്നെ മറ്റൊരാൾക്ക് ദോഷം വരുന്ന ഒന്നും നിങ്ങൾ ചെയ്യില്ല. ഇപ്പോൾ നിങ്ങൾ എടുക്കുന്ന തീരുമാനങ്ങൾക്ക് വലിയ ക്ലാരിറ്റി ഉണ്ട്. പഴയ പോലെ മറ്റുള്ളവരെ സന്തോഷിപ്പിക്കാൻ വേണ്ടി സ്വന്തം ജീവിതം ബലികഴിക്കാൻ നിങ്ങൾ തയ്യാറല്ല. നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ജീവിക്കാൻ പഠിച്ചിരിക്കുന്നു. വരാനിരിക്കുന്ന സമൃദ്ധിയും വിജയവും നിങ്ങൾ അർഹിക്കുന്നതാണ്. പ്രിയപ്പെട്ടവരെ, ഇതാണ് നിങ്ങളെക്കുറിച്ച് പ്രപഞ്ചം നൽകുന്ന സൂചനകൾ. ഇതിൽ എത്ര കാര്യങ്ങൾ നിങ്ങളുമായി യോജിക്കുന്നുവെന്ന്
താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നിങ്ങൾ കടന്നു വന്ന വഴികൾ എത്ര കഠിനമാണെങ്കിലും നിങ്ങളുടെ സമയം തെളിഞ്ഞു കഴിഞ്ഞു. ആത്മവിശ്വാസത്തോടെ മുന്നോട്ട് പോവുക. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നതിന് മുൻപ് കമന്റ് ബോക്സിൽ പലരും ചോദിക്കാറുള്ള ഒരു പ്രധാന കാര്യത്തിന് മറുപടി നൽകാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ചില സുഹൃത്തുക്കൾ ചോദിക്കാറുണ്ട്, ജോലിക്ക് പോകാതെ വെറുതെ ഇത് മാത്രം കേട്ടാൽ മതിയോ, അല്ലെങ്കിൽ ഒരുപാട് നാളായി കേൾക്കുന്നു, ഒരു മാറ്റവും ഇല്ലല്ലോ എന്ന്. സുഹൃത്തുക്കളെ, ലോ ഓഫ് അട്രാക്ഷൻ അല്ലെങ്കിൽ അഫർമേഷനുകൾ എന്നത് മടിയന്മാർക്ക് ഇരുന്നിടത്ത് പണം എത്തിക്കാനുള്ള ഒരു മാന്ത്രിക വിദ്യ അല്ല, മറിച്ച് നിങ്ങളുടെ മനസ്സിനെ ഒരു വലിയ വിജയത്തിനായി പാകപ്പെടുത്തുന്ന പ്രക്രിയയാണത്. നമ്മൾ വിതയ്ക്കുന്ന വിത്തിന് വളരാൻ മണ്ണൊരുക്കുന്നത് പോലെയാണ് അഫർമേഷനുകൾ. മനസ്സൊരുങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മുന്നിൽ വരുന്ന അവസരങ്ങളെ തിരിച്ചറിയാനും അവയെ പൂർണ്ണ ധൈര്യത്തോടെ ഉപയോഗിക്കാനും നിങ്ങൾക്ക് സാധിക്കും. മാറ്റം വരാത്തതിൻ്റെ പ്രധാന കാരണം ഈ വാക്കുകൾ കേൾക്കുമ്പോഴും ഉള്ളിൻ്റെ ഉള്ളിൽ നിങ്ങൾ വിശ്വസിക്കുന്നത് ഇതൊന്നും നടക്കില്ല എന്നാണ്. സംശയത്തോടെ ചെയ്യുന്ന ഒന്നിനും ഫലമുണ്ടാവില്ല. അതുകൊണ്ട് ജോലി ചെയ്യുക എന്നത് നിങ്ങളുടെ കർമ്മമാണ്. ആ കർമ്മത്തെ വിജയത്തിലേക്ക് നയിക്കാനുള്ള ഇന്ധനമാണ് ഈ പോസിറ്റീവ് അഫർമേഷനുകൾ. പൂർണ്ണ വിശ്വാസത്തോടെ നിങ്ങളുടെ പ്രയത്നം തുടരുക. ആ പ്രയത്നത്തെ വിജയിപ്പിക്കാൻ പ്രപഞ്ചം നിങ്ങളെ സഹായിക്കും. നമ്മുടെ ഈ കൊച്ചു ചാനലിലൂടെ നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ മാറ്റം ഉടൻ തന്നെ സംഭവിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കൂടുതൽ ഇത്തരം വീഡിയോകൾക്കായി സക്സസ് മന്ത്ര സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ ഓരോ ചുവടുവെപ്പിലും പോസിറ്റീവ് എനർജി നിറയട്ടെ. നന്ദി, നമസ്കാരം.